CPMന്റെ സമീപകാല നേതാക്കളിൽ ഏറ്റവും ജനകീയൻ VS അച്യുതാനന്ദനെ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിക്കുമ്പോൾ മലയാളികൾ ഒന്നടങ്കം സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ പല മാധ്യമങ്ങളിലും അത് തന്നെയാണ് ചർച്ചകൾ. അദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ പാർട്ടി അത് സ്വീകരിക്കുമോ, പാർട്ടി നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും വന്നിരുന്നു. അതിനെല്ലാം തന്നെ CPM കൃത്യമായിട്ട് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധ നേടുന്നുണ്ട്. ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും അതിൻ്റെ പോസ്റ്റുകളടക്കം പങ്കുവെക്കുകയും പലതരത്തിലുള്ള കുറിപ്പുകളൊക്കെ തന്നെ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളും നടത്തുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിലെ ഒരു വരിയിൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞ് സന്തോഷിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സംശയങ്ങളും അതുപോലെ തന്നെ ചില ചോദ്യങ്ങളും ഉയരുകയാണ്. ഇതിപ്പോൾ BJP നേതാവായിട്ടുള്ള യുവരാജ് ഗോകുൽ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും അത് ഷെയർ ചെയ്യുകയും അത് താഴെ വന്ന് പലരും കമൻറ്റ് ചെയ്യുന്നതും കാണുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പകയോടെ നോക്കിയിരുന്ന പലരും മരിച്ച ശേഷവും ആ പക കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പോസ്റ്റിലൂടെ യുവരാജ് പറഞ്ഞു വെക്കുന്നത്. യുവരാജ് ഗോകുൽ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മരിച്ചാലും തീരാത്തതാണോ ചിലരുടെ പക? ശ്രീ VS അച്യുതാനന്ദനെ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. സകല രാഷ്ട്രീയ പേജുകളിലും അതുണ്ട്, പിണറായിയുടെയും CPM കേരളയുടെയും പേജിലൊഴികെ. അതിപ്പോൾ ഒരിക്കലും ലഭിക്കില്ലെന്നറിയാവുന്ന ഒന്ന് അർഹനായ മറ്റൊരാൾക്ക് ലഭിക്കുന്നതിലുണ്ടാകുന്ന അസ്വസ്ഥതയാകും. ശ്രീ VSനെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവരാജ് ഗോകുൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ആ പോസ്റ്റിലെ വരികളും ഏറെ ശ്രദ്ധ നേടുകയാണ്. കാരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ഒന്നും തന്നെ പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതൊരു പക്ഷേ മരിച്ചിട്ടും തീരാത്ത പകയാണോ എന്നാണ് യുവരാജ് ഗോകുൽ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും അതും രാഷ്ട്രീയ കേരളവും ചർച്ച ചെയ്യുന്നുണ്ട്. എന്ത് നിലപാടായിരിക്കും ഈ ഒരു വിഷയത്തിൽ പാർട്ടി എടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ തള്ളിക്കൊണ്ടായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു നീക്കം CPM നടത്തിയത്. BJPയുടെ രാഷ്ട്രീയ ശത്രുക്കളായിരുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദൻ, JMM നേതാവ് ഷിബു സോറൻ എന്നിവർക്ക് പുരസ്കാരം നൽകിയതിലൂടെ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പക്ഷേ ആ ഒരു ദേശീയതയോടൊപ്പം തന്നെ നിൽക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് പട്ടികയിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് എന്നും ചില ഹാൻഡിലുകളിൽ നിന്ന് ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിച്ച് CPMനെ കേന്ദ്ര സർക്കാർ വെട്ടിലാക്കിയോ എന്നാണ് ചോദ്യം. പത്മ പുരസ്കാരം, താമരപത്രം തുടങ്ങിയവ ഭരണകൂട ബഹുമതികളാണെന്നും പുരസ്കാരത്തിനായല്ല പൊതുപ്രവർത്തനമെന്നുമാണ് CPMന്റെ പ്രഖ്യാപിത നിലപാട്. നേരത്തെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ഇത്തരം പുരസ്കാരങ്ങൾ നിരസിക്കുകയോ താല്പര്യമില്ലെന്ന് മുൻകൂട്ടി വ്യക്തമാക്കുകയോ ചെയ്തിട്ടുണ്ട്. അവരൊക്കെയും അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ മരണാനന്തര ബഹുമതിയായാണ് VSനെ പത്മവിഭൂഷൺ നൽകുന്നത് എന്നത് കണക്കിലെടുക്കുമ്പോൾ കുടുംബത്തിന്റെ തീരുമാനത്തെ മാനിക്കാമെന്നാണത്രേ പാർട്ടി നിലപാട്. ബഹുമതി പ്രഖ്യാപനം അറിഞ്ഞതിന് പിന്നാലെ VSന്റെ മകൻ അരുൺകുമാർ നടത്തിയ പരാമർശങ്ങളും പാർട്ടി കണക്കിലെടുത്തിട്ടുണ്ട്. VSന് ബഹുമതി നൽകാനുള്ള താല്പര്യം സർക്കാർ അദ്ദേഹത്തെ നേരത്തെ അറിയിച്ചിരുന്നോ എന്നതിൽ പാർട്ടിക്ക് വ്യക്തതയില്ലെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തങ്ങളെ വെട്ടിലാക്കാനുള്ള നീക്കമാണ് സർക്കാരിൻ്റേതെന്നും വിലയിരുത്തുന്നതിനാൽ പുരസ്കാരത്തെ ചൊല്ലി വിവാദം വേണ്ടെന്നാണ് പാർട്ടിയുടെ ചിന്ത. ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് 2022 പത്മഭൂഷൺ നൽകുന്നതായി പ്രഖ്യാപിക്കുകയും നിരസിക്കുന്നതായി ബുദ്ധദേവിൻ്റെതായി പാർട്ടിയുടെ പ്രസ്താവന ഇറങ്ങുകയും ചെയ്തിരുന്നു. മോദി സർക്കാർ നൽകുന്ന ബഹുമതിയാണ് എന്നതും കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും അന്ന് പാർട്ടി നേതൃത്വം സൂചിപ്പിച്ചിരുന്നു. പത്മ പുരസ്കാരങ്ങളോടുള്ള കാലങ്ങളായുള്ള വിമുഖത അവസാനിപ്പിച്ചാണ് പക്ഷേ CPM ഇത്തവണ നിലപാടെടുത്തത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ രാജ്യം നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരത്തെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയതും ചിലരെയെങ്കിലും അമ്പരിപ്പിച്ചു കാണും. മുൻപ് EMS നമ്പൂതിരിപ്പാടും ബുദ്ധദേവ് ഭട്ടാചാര്യയും പുരസ്കാരം നിരസിച്ചത് അവരുടെ വ്യക്തിപരമായ നിലപാടുകളാണെന്നും പാർട്ടിക്ക് ഇതിൽ വിയോജിപ്പില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ കേന്ദ്ര പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ CPM വലിയൊരു നയപരമായ മാറ്റത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. തിരുത്തപ്പെടുന്നത് ചരിത്രപരമായ അകലം,
1992 നരസിംഹറാവു സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് കാരണമാണ് EMS പത്മവിഭൂഷൺ നിരസിച്ചത്. 2022 പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയും ഇതേ പാത പിന്തുടർന്നു. എന്നാൽ VSനുള്ള അംഗീകാരത്തെ പാർട്ടി ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നതോടെ വരും കാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കാനുള്ള തടസ്സം നീങ്ങുകയാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ പുരസ്കാരങ്ങളെ തള്ളിക്കളയുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ. ജനലക്ഷ്യങ്ങളുടെ പത്മം അച്ഛൻ്റെ ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന വലിയ ആദരമാണിതെന്ന് VSന്റെ മകൻ VA അരുൺകുമാർ പ്രതികരിച്ചത്. പുന്നപ്ര വയലാർ സമരത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു കയറിയ VS ഒരിക്കലും പുരസ്കാരങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ രാഷ്ട്രം നൽകുന്ന ഈ വലിയ അംഗീകാരത്തിൽ കുടുംബം അതീവ സന്തുഷ്ടരാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹമാണ് VSന്റെ യഥാർത്ഥ പത്മമെന്നും അരുൺകുമാർ അനുസ്മരിച്ചു. VSന്റെ പുരസ്കാരം സ്വീകരിക്കുന്നതോടെ BJP ഉയർത്തിയ രാഷ്ട്രീയ വെല്ലുവിളിയെ ലഘൂകരിക്കാനും ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വിവാദങ്ങൾക്കൊന്നും നിൽക്കാതെ VSനെ ആദരിക്കാനുള്ള തീരുമാനം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശസ്നേഹവും ജനകീയ വികാരവും മുൻനിർത്തി VSനെ ആദരിക്കുന്നതിനെ CPM തള്ളിക്കളയില്ല എന്നതാണ് പ്രത്യേകത. രാഷ്ട്രീയമായി BJPയുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ പുരസ്കാരം സ്വീകരിക്കുന്നതാകും ഉചിതമെന്ന വിലയിരുത്തലാണ് CPM. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്ന VS അച്യുതാനന്ദന് നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 100 വയസ്സ് തികച്ച അടുത്തിടെ അന്തരിച്ച VSനോടുള്ള ആദരവായി കേന്ദ്ര സർക്കാർ ബഹുമതി പ്രഖ്യാപിച്ചത്. VSനോടൊപ്പം ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർക്കും പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഇവർ നൽകിയ ഒരുപാട് സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം. കൂടാതെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്കും പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു. കലാരംഗത്തെ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ വലിയ അംഗീകാരം തേടിയെത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെയും പല കാര്യങ്ങളും സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവിനാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തതും വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. കാരണം മുൻപ് ഈ പുരസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ പേജുകളിൽ അത് കുത്തിപ്പൊക്കി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പല ട്രോളുകൾക്കായിട്ട്. ഏതായാലും പാർട്ടി ഒരു തിരുത്തൽ, ഒരു ചരിത്രം തന്നെയാണ് തിരുത്തിയിരിക്കുന്നത്. ഇരുകൈ നീട്ടി പൂർണ്ണ മനസ്സോടെ തന്നെ പുരസ്കാരം സ്വീകരിക്കാമെന്ന് തന്നെയാണ് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നത്. എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഒരു മൗനം അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ മരിച്ചിട്ടും തീരാത്ത പകയാണോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ ഉന്നയിക്കുന്നത് പോലെ തന്നെയുള്ള ചോദ്യം തന്നെയാണ് ജനങ്ങളും ചോദിക്കുന്നത്.